അതായത് ഞാൻ ഇന്നലെ ഇടാൻ ഉദ്ദേശിച്ച ക്ലിപ്പ് നമ്മളെ സക്കരിയ സലാഹിന്റെ ഒരു ക്ലിപ്പാ. ആരടുത്തെങ്കിലും ഉണ്ടാവും ആ ക്ലിപ്പ്? ഉണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ചാൽ നല്ലതായിരുന്നു. 10 ഇമാമിയങ്ങളുടെ പേര് എണ്ണി പറഞ്ഞിട്ട് ഹാഫിദ് ഇബ്നു അബി ദുനിയ, ഇമാം നവവി, ഇമാം ബൈഹഖി, അങ്ങനെ തുടങ്ങി 10 ഇമാമിയങ്ങളുടെ പേര്, ഷൗക്കാനി അടക്കമുള്ള 10 ഇമാമിയങ്ങളുടെ പേര് എണ്ണി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ ഇബാദുല്ലാഹി അഈനൂനി എന്ന ഹദീസ് ഈ 10 ആൾക്കാരും റിപ്പോർട്ട് ചെയ്തു. കണ്ടോ? 10 ആളുകളും റിപ്പോർട്ട് ചെയ്തു. മാത്രല്ല ഇവരിതൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആ ഹദീസ് ലഈഫാണ് എന്ന് അവർക്ക് അറിയാതെ പോയിട്ടായേക്കാം. അത് മൂപ്പര വക, അത് പോട്ടെ. ഇത് ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ച് ചെയ്തതേക്കും, അല്ലെങ്കിൽ അത്ര വലിയ ദുഅഫ് ഇതിനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തേക്കും. പക്ഷെ നമ്മളെ കാര്യം അവിടെ ഒന്നുമല്ല. മൂപ്പര് പറയാ അവരാരും ഈ ഹദീസിൽ ശിർക്ക് കണ്ടില്ല. കണ്ടോ? എന്നിട്ട് മൂപ്പര് ചോദിക്കുക, എന്നെ KNMന്റെ പ്രസിഡന്റ് ആക്കാം എന്ന് നിങ്ങൾ പറഞ്ഞാലും ഈ ഇമാമിയങ്ങളെ മേൽ ശിർക്ക് ആരോപിച്ച് നരകത്തിൽ പോകാൻ സക്കരിയക്ക് കഴിയൂല എന്നാ പറഞ്ഞു. നിങ്ങൾ ആരും കേട്ടണോ ക്ലിപ്പ്? സുഹൃത്തുക്കളെ, ആ ക്ലിപ്പ് കേട്ടണോ? ആരത്തെയും കയ്യിലുണ്ടെങ്കിൽ അതെ, ഇഷ്കുമദീനന്റെ കയ്യിലുണ്ട്. ഒന്ന് കേൾപ്പിച്ചാൽ വളരെ നല്ലതായിരുന്നു കേട്ടോ. ഒന്ന് കേൾപ്പിച്ചാൽ വളരെ നല്ലതായിരുന്നു. കേട്ടിട്ട് നമുക്ക് കുറച്ച് പറയാണ്ട്. അതിനാണ് കേട്ടിട്ട് പറഞ്ഞെങ്കിൽ അതിന്റെ രസം കിട്ടുള്ളൂ. അപ്പൊ സ്റ്റീരിയോ മിക്സ് ഒക്കെ കറക്റ്റ് ഉള്ള ആളുകള് നമ്മളെ AM വടക്കേക്കാടൊക്കെ ഉണ്ടെങ്കിൽ അത് നിയാസോ ഇഷ്കുമദീനന്റെ പ്ലെയർ വർക്ക് ചെയ്യണില്ല. ഏതായാലും സക്കരിയന്റെ ജിന്ന് നിങ്ങളൊപ്പം എന്റെ ഒപ്പം ഉണ്ട്. രണ്ടാളെ പ്ലെയറും വർക്ക് ചെയ്യണില്ലല്ലോ. നിങ്ങൾക്ക് പ്ലെയർ വർക്ക് ചെയ്യാത്ത പ്രശ്നം. ഓക്കെ 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 ഇൻഷാ അല്ലാഹ്. നമ്മളെ ഇൻഷാ അല്ലാഹ് അത് കീഴ്ശേരിക്കോ ആർക്കെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് പ്ലേ ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനിടയ്ക്ക് നമ്മളെ നേരത്തെ ഉള്ള ചോദ്യകർത്താവ് XTP അദ്ദേഹത്തിന് തന്നെ മൈക്ക് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, അതന്നെ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ എവിടുന്ന് എങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ അള്ളാഹുവിനോടാണ് അതൊക്കെ ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുഹിദ്ദീൻ ഷെയ്ഖിനോടും ബദരീങ്ങളോടും അങ്ങനെയുള്ള മഹാന്മാരായ ആളുകളോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും തെറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകളെ ഏറ്റവും ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ ഇവരാണല്ലോ. അപ്പോ ഇവരോട് നേരിട്ട് ചോദിക്കുന്ന ഒരു പ്രവണത മുസ്ലിം സമൂഹത്തിൽ കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുകയല്ലേ അവിടെ ചെയ്യുന്നത് എന്നാണ് അതിന്റെ ചോദ്യത്തിന്റെ ഉള്ളടക്കം. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇനി ചോദിക്കാൻ നിന്നതിനെ പിന്നെ അള്ളാഹുവിന്റെ സ്ഥാനം കുറയുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഒന്നുകൂടി പറയട്ടെ ഉസ്താദ്, ഒരു മിനിറ്റ്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ആഖിർ സമാന ആകുമ്പോൾ സൃഷ്ടികളെ സ്നേഹം വെക്കുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്യും. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഭയപ്പെടുന്നു എന്നുള്ള ഒരു ഇതും കൂടി വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉസ്താദ്. ആ ഹദീസ് നിങ്ങൾ ബേജാറായതല്ല ഹദീസിൽ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളെ ചോദ്യത്തിന്റെ പൊരുള് എല്ലാരും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അള്ളാന്റെ വില കുറയല്ലേന്നാ. പിന്നെ ഇജാബത്ത് കൂടുതൽ കിട്ട് ഓരോട് ചോദിച്ചാലല്ലേന്നാ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരോട് ചോദിച്ചാലും ഇജാബത്ത് തരുന്നവൻ അള്ളാഹുവാണ്. മനസ്സിലായോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മുഹിയുദ്ദീൻ ഷെയ്ഖിനോടൊക്കെ ചോദിക്കുന്നത് കാരണമാണ്. ഇപ്പോ ഒറ്റ കാര്യം പറയാ, ഇന്നിപ്പോ സുന്നികളാണല്ലോ ഇപ്പൊ ഇതൊക്കെ ചെയ്യണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നതും ബദരീങ്ങളോട് ചോദിക്കുന്നതും മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കണതൊക്കെ സുന്നികളാണല്ലോ. ഈ സുന്നികളാണ് ഇവിടെ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുറെ സുന്നികളുണ്ടാവും. ഓരോടും നിങ്ങളൊന്ന് കണക്കെടുത്ത് ചോദിച്ചു നോക്കി, അള്ളഹാനോട് ഇന്ന് എത്ര വട്ടം ചോദിച്ചു നോക്കി. നിങ്ങളിപ്പോ അള്ളഹാനോട് ഇന്ന് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടാവും? എല്ലാ നിസ്കാരത്തിന്റെ ശേഷം അള്ളഹാനോട് ചോദിക്കും. അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇസ്തിഗാസിന്റെ അവസരമൊന്നുമില്ല. അപ്പൊ ഇസ്തിഗാസ ഉണ്ടോ? ഇല്ല. അത് അള്ളഹാനോടാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. അപ്പൊ നബി തങ്ങളോട് ചോദിക്കും.
അപ്പൊ എന്തുണ്ട്, ഒരു ചോദ്യം നബിതങ്ങളോട് ചോദിക്കുന്നു എന്ന കാരണം കൊണ്ട് അള്ളഹാനോട് ചോദിക്കാൻ ഞങ്ങൾ മറക്കണില്ല. എല്ലാ കാര്യവും ഞങ്ങൾ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏതുപോലെ അറിയങ്ങള്, ഇപ്പോ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ ചിലപ്പോ നിങ്ങളോട് ചോദിച്ചു തരും. എന്നിച്ചിട്ട് ഭക്ഷണം ചോദിക്കാൻ അള്ളഹാനോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളഹാനെ മറക്കണ ഒരു രീതി ജനങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ, സൃഷ്ടികളിൽ നിന്ന് കിട്ടുമ്പോൾ സൃഷ്ടാവിനെ മറക്കുന്ന ഒരു രീതി ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഉണ്ടാവും. അതുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇപ്പൊ ജനങ്ങൾ മുഴുവൻ സൃഷ്ടാവിന്റെ കൽപ്പനകളെ അനുസരിച്ചാണ് അവര് സൃഷ്ടാവിനെ മറക്കുകയും സൃഷ്ടികളെ ഓർക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? സൃഷ്ടികളെ പ്രിയം വെക്കുകയും സൃഷ്ടാവിനെ മറക്കുകയും ചെയ്യും എന്ന് പറയുന്ന കുറിച്ച്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുവെങ്കിൽ അത് സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർമ്മയുള്ളത്. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? അള്ളാഹ് കൂടെ വേണ്ടേ? അള്ളാഹ് കൂടെ വേണം. യാ റസൂൽ അല്ലാ എന്ന് വിളിക്കുമ്പോ തന്നെ അവസാനം അള്ളാന്നുള്ളത്. അപ്പൊ അള്ളാനെ മറന്നുകൊണ്ട് റസൂലിനെ വിളിക്കാൻ പറ്റില്ല. ഇല്ല, അത് അള്ളഹാനോടാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. അപ്പൊ നബി തങ്ങളോട് ചോദിക്കും. അപ്പൊ എന്തുണ്ട്, ഒരു ചോദ്യം നബിതങ്ങളോട് ചോദിക്കുന്നു എന്ന കാരണം കൊണ്ട് അള്ളഹാനോട് ചോദിക്കാൻ ഞങ്ങൾ മറക്കണില്ല. എല്ലാ കാര്യവും ഞങ്ങൾ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏതുപോലെ അറിയങ്ങള്, ഇപ്പോ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ ചിലപ്പോ നിങ്ങളോട് ചോദിച്ചു തരും. എന്നിച്ചിട്ട് ഭക്ഷണം ചോദിക്കാൻ അള്ളഹാനോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളഹാനെ മറക്കണ ഒരു രീതി ജനങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ, സൃഷ്ടികളിൽ നിന്ന് കിട്ടുമ്പോൾ സൃഷ്ടാവിനെ മറക്കുന്ന ഒരു രീതി ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഉണ്ടാവും. അതുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇപ്പൊ ജനങ്ങൾ മുഴുവൻ സൃഷ്ടാവിന്റെ കൽപ്പനകളെ അനുസരിച്ചാണോ നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങൾ കൂടുതലും ജീവിക്കുന്നത്, അതോ സൃഷ്ടികളെ പേടിച്ചിട്ടാണോ? അതിനെപ്പറ്റിയാണ് അവര് സൃഷ്ടാവിനെ മറക്കുകയും സൃഷ്ടികളെ ഓർക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? സൃഷ്ടികളെ പ്രിയം വെക്കുകയും സൃഷ്ടാവിനെ മറക്കുകയും ചെയ്യും എന്ന് പറയുന്ന കുറിച്ചാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുവെങ്കിൽ അത് സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർമ്മയുള്ളത് കൊണ്ടാണ്. കാരണം എന്താ? നബിതങ്ങളെ പറ്റി പറഞ്ഞത് യാ റസൂലല്ലാഹ്, അത് വിളിക്കണമെങ്കിൽ തന്നെ അള്ളാഹ് കൂടെ വേണം. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? അള്ളാഹ് കൂടെ വേണ്ടേ? അള്ളാഹ് കൂടെ വേണം. യാ റസൂൽ അല്ലാ എന്ന് വിളിക്കുമ്പോ തന്നെ അവസാനം അള്ളാന്നുള്ളത്. അപ്പൊ അള്ളാനെ മറന്നുകൊണ്ട് റസൂലിനെ വിളിക്കാൻ പറ്റൂല. മനസ്സിലായോ? റസൂലാണെന്ന് ഓർമ്മ വരുന്നത് തന്നെ അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്. കാരണം അത് വെറും റസൂലല്ല, അള്ളാന്റെ റസൂലാ. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത്. അപ്പൊ റസൂലിനെ വിളിക്കുമ്പോ അള്ളാനെ മറക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല സുഹൃത്തെ. അപ്പോ മാത്രല്ല സക്കി ഉസ്താദ് അടിച്ചതുപോലെ ഇനി പരലോകത്ത് എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതി, അള്ളാന്റെ വിചാരണ നടക്കുന്ന കോടതിയുള്ള പരലോകം, അവിടെ ചെല്ലുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും പോണത് അള്ളാനെ മറന്നിട്ടല്ല. അള്ളാനെ എല്ലാവർക്കും ഓർമ്മ വരുന്ന സ്ഥല പരലോകം. അതല്ലേ? അള്ളാനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് വരെ അള്ളാഹുവിനെ ബോധ്യപ്പെടുകയും ഓർമ്മ വരികയും ചെയ്യുന്ന സ്ഥല പരലോകം. അവിടെ ചെല്ലുമ്പോൾ മുഅ്മിനീങ്ങൾ ഈ വിഷയത്തിന്റെ പരിഹാരം, അവിടെ ഉണ്ടാകുന്ന ഭയാനകമായ സാഹചര്യങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കും മറ്റ് അമ്പിയാക്കളുടെ അടുത്തേക്കുമാണ് ചെല്ലുന്നത്. ഇത് അള്ളാനെ മറക്കലല്ല, അള്ളാഹുവിനെ ഓർമ്മയുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. ഓക്കെ, ഞാൻ മൈക്കോട്ടും. അല്ല, മറ്റേ സാധനം വന്നില്ലേ? കേൾക്കുന്നുണ്ട് ഉസ്താദേ? കേൾക്കുന്നുണ്ടെങ്കിൽ നെസ്റ്റ് അടിക്കാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ മുജാഹിദുകളുടെ ഇടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമല്ലാണോ? ജിന്നുമായി ബന്ധപ്പെട്ടിട്ട് ജിന്ന് മനുഷ്യനിൽ ഭൗതികമാണെന്നും ജിന്ന് മനുഷ്യനിൽ അഭൗതികമാണെന്നുള്ളൊരു തർക്കം നടക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ ഉത്തരം? ഉസ്താദ് വിശദീകരിക്കാവോ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അത് മുജാഹിദുകളോട് തന്നെ ചോദിക്കണം. കാരണം ഈ അഭൗതികം എന്ന് പറയുന്നതും ഭൗതികം എന്ന് പറയുന്നത് രണ്ട് മലയാള പദങ്ങളാണ്. ആ മലയാള പദത്തിന് മുജാഹിദ് എന്ന അർത്ഥം ലഭിച്ചത് ഓരോട് തന്നെ ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാൽ ഓല് പല അർത്ഥം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാൽ ഞമ്മക്കൊരു പിടുത്തമില്ല. ഭൗതികം അഭൗതികം എന്നൊക്കെ പറഞ്ഞാൽ ജിന്നും മലക്കൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്. അതിൽ ഭൗതികമെന്നോ അഭൗതികമെന്നോ വേർതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ജിന്നിനും മലക്കിനും സാധാരണഗതിയിൽ മനുഷ്യന് കാണാൻ പറ്റാറില്ല.
അതേ സ്ഥാനത്ത് ചിലപ്പോഴൊക്കെ ജിന്നിനെ മനുഷ്യൻ കണ്ടെന്നു വരും. അതുപോലെ തന്നെ ചിലപ്പോൾ മലക്കുകളെയും മനുഷ്യൻ കണ്ടെന്നു വരും. അതേ സ്ഥാനത്ത് എപ്പോഴും മലക്കിനെയും ജിന്നിനെയും കാണാൻ പറ്റിയ രീതിയിലല്ല അള്ളാഹു താല ജിന്നുകളെയും മലക്കുകളെയും മനുഷ്യന് സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ വരുമ്പോ നമുക്ക് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെയും മലക്കുകളെയും പടച്ച റബ്ബ് പടച്ച അള്ളാഹുവിന്റെ പടപ്പുകളാണെന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ അത് ഭൗതികം അഭൗതികം എന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുത്തിയ ആളുകൾക്ക് പോലും പിടുത്തല്ല. ചിലര് പറയുന്നത് അത് ഭൗതികമാണ് എന്നാണ്, ചിലത് പറയുന്നത് അത് അഭൗതികമാണ് എന്നാണ്. കണ്ടോ, മുജാഹിദുകൾ തന്നെ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാരണം ഓലെന്താ പറഞ്ഞത്, ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ്, അതുകൊണ്ട് ഇത് ഭൗതികമല്ല എന്ന് ചില ആൾക്കാർ പറയുന്നു. മറ്റു ചിലര് പറയുന്നത് ഭൗതികം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഭൗതികമാകും, അതുകൊണ്ട് ആ ജിന്നും മലക്കൊക്കെ ഭൗതികം തന്നെയാണ്, അവയിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളൊക്കെ ഭൗതിക സഹായങ്ങൾ തന്നെയാണ് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഏതായാലും തൗഹീദിന്റെയും ഷിർക്കിന്റെയും കാര്യത്തിൽ പോലും ഒരു നിശ്ചയമില്ലാതെ വഹാബികൾ ഇങ്ങനെ ഉഴലേണ്ടി വന്നത് അനാവശ്യമായ ഭൗതികമെന്ന പദം തൗഹീദിന്റെയും ഷിർക്കിന്റെയും നിർവചനത്തിൽ കൂട്ടിക്കടത്തിയതുകൊണ്ടാണ്. ലോകത്ത് ഇന്നേ വരെ മുസ്ലിം പണ്ഡിതന്മാരാരും തൗഹീദ് നിർവചിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഷിർക്കിനെ നിർവചിക്കുന്നിടത്ത് ഭൗതികം എന്നൊരു പദമോ മനുഷ്യകഴിവ് എന്നൊരു പദമോ അതീതമായത് എന്നൊരു പദമോ അതേപോലെ തന്നെ ദൃശ്യം എന്ന പദമോ അദൃശ്യം എന്ന പദമോ ലോകത്ത് പ്രയോഗിച്ചതായി കാണില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങളെ അല്ല ലോകത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി നമ്മളെ ഉമ്മർ മൗലവിനെ പോലുള്ള ആളുകളാണ് ആ വാദം ആദ്യം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ വഹാബികൾക്ക് തൗഹീദിനെയും ഷിർക്കിനെയും നിർവചിക്കുമ്പോൾ അങ്ങനെ പറയേണ്ടി വന്നത്. ഇപ്പോഴാണ് അവർക്ക് സംഗതിയുടെ ആകെ പിടുത്തം വിട്ട കോലം മനസ്സിലാക്കാൻ ഒരു നൂറ്റാണ്ടെന്നാ പോലും പറയണത്. ഒരു നൂറ്റാണ്ട് വേണ്ടിയൊന്നുമല്ല ഈ ജാതി കാര്യം മനസ്സിലായത്. സക്കരിയ സലാ ഇപ്പൊ പറയാ മനുഷ്യ കഴിവിൽപ്പെടാത്ത സഹായം ചോദിച്ചാല് അള്ളല്ലാത്തവരോട് ചോദിച്ചാൽ ഷിർക്കാകുന്നാണ് പറഞ്ഞിരുന്നത്. ഓരോ പുസ്തകത്തിൽ വരെ മദ്രസയിലെ പുസ്തകത്തിൽ വരെ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ സക്കരിയ ചോദിക്കുക മനുഷ്യ കഴിവിൽപ്പെടാത്തത് അള്ളല്ലാത്തവരോട് ചോദിച്ചാൽ ഷിർക്കാവുമെങ്കിൽ മരം വലിക്കാൻ ആനനോട് പറഞ്ഞാൽ ഷിർക്കാവൂലേന്നാ ചോദിക്കണത്. കാരണം മനുഷ്യനെ കൊണ്ട് പിടിക്കാൻ കഴിയിട്ടാണല്ലോ ആനനോട് വലിക്കാൻ പറയണത്. അതേപോലെ തന്നെ കേസ് തെളിയിക്കാൻ വേണ്ടി പോലീസ് നായന്റെ സഹായം തേടിയാ അത് ഷിർക്കാവൂലേന്നാ ചോദിക്കണത്. മനസ്സിലായോ? ഇതൊക്കെ ഇപ്പോഴാണ് തിരിയണത് സക്കരിയക്ക്. സുന്നി പണ്ഡിതന്മാര് അന്നേ പറഞ്ഞു, പൊന്നാൽ ചങ്ങായിമാരെ ലോകത്തെ മോമിനിയങ്ങൾ ആരും പറയാത്ത പുതിയ നിർവചനങ്ങൾ കൊണ്ടുവരണ്ട, കാരണം ഇത് പക്ക അബദ്ധമാണ്, മഹാ അബദ്ധമാണ്, പൊട്ടത്തരമാണ് എന്നൊക്കെ എന്നോ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ക്ലാസ് റൂമില് ഞാൻ തന്നെ ഒരു വഹാബികളുടെ തൗഹീദിന്റെ നിർവചനത്തെ അപഗ്രഥിച്ചുകൊണ്ടൊരു ക്ലാസ് നടത്തിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വഹാബികൾ തൗഹീദിന് പറഞ്ഞ നിർവചനം അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് പറഞ്ഞ നിർവചനം അത് ഒരർത്ഥത്തിലും നിർവചനത്തിനുണ്ടാകേണ്ട യോഗ്യതകളുള്ളതല്ല. ഒന്ന്, അത് ജാമ്യമല്ല. രണ്ട്, അത് മാന്യമല്ല. മൂന്ന്, അത് അവ്യക്തതയുള്ളതാണ്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു നിർവചനത്തിന് എന്തൊക്കെ മൈനസ് മാർക്ക് ഉണ്ടാകാൻ പറ്റുമോ അത് മുഴുവനും ഒത്തിണങ്ങിയതാണ് ആ നിർവചനം എന്ന് നമ്മളന്ന് സമർത്ഥിക്കണ്ടായി. ഇതൊന്നും പറയാൻ തുടങ്ങിയെന്നല്ല, ഇതെന്നോ പറയാൻ തുടങ്ങിയതാ. കുറെ കാലം പറഞ്ഞപ്പോഴാണ് സക്കരിയന്റെ തലയിൽ ചോദിച്ചത് ഇത് ശരിയല്ല കേട്ടോ, മനുഷ്യ കഴിവപ്പെടാത്തത് ചോദിക്കണതൊക്കെ ഷിർക്കാന്ന് പറഞ്ഞാല് ആനനോട് മരം വലിക്കാൻ പറഞ്ഞാൽ ഷിർക്കാവൂലേന്ന് ഇപ്പോഴാ മൂപ്പർക്ക് തോന്നി. സ്മരണിക അതിൽ എഴുതിച്ചിക്കണ് വെട്ടം അബ്ദുള്ള ഹാജി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പുതിയ അർത്ഥം പറഞ്ഞു കൊടുത്തു. എന്താ അർത്ഥം പറഞ്ഞത്? അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് നമ്മൾ പണ്ടേ അർത്ഥം പറഞ്ഞു പഠിച്ച ഏത് കുട്ടിക്കും അർത്ഥം കിട്ടണേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലോകത്തെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി അർത്ഥം മാറ്റാൻ അധ്വാനിച്ച ഉമ്മർ മൗലവിക്ക് അദ്ദേഹം വെട്ടം അബ്ദുള്ള ഹാജി പുതിയ അർത്ഥം പറഞ്ഞു കൊടുത്തു. എന്താ അർത്ഥം? അല്ലല്ലാതെ വേറൊരു നേർച്ചക്കാരനുമില്ല. കേൾക്കണ്ടോ? അല്ലല്ലാത്ത വേറൊരു നേർച്ചക്കാരനുമില്ല. അവൻ നിർവചനം മാറ്റിയത്, അർത്ഥം മാറ്റിയത്, പ്രാർത്ഥന മാറ്റിയത് ഒക്കെ എന്തിനാ? മുസ്ലിമീങ്ങളൊന്നും മുശ്രിക്കായി കിട്ടണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ഏത് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാം. ഇനി വേറൊന്നുകൂടി മനസ്സിലായിക്കോളി, ഇതിന്റെ പിന്നിലൊക്കെ ഒറ്റ ഉദ്ദേശമുള്ളൂ. ഒന്ന്, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക മാത്രം. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക മാത്രമേ ഇതിന്റെ പിന്നിലൊക്കെ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ഒരു ആത്മാർത്ഥത ഈ പറഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ ഈ ചെയ്യണമൊക്കെ ഷിർക്കാന്ന് പറഞ്ഞാൽ ഓൽക്ക് ആത്മാർത്ഥം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ആർക്കെങ്കിലും തോന്നിക്കണമെങ്കിൽ നിസ്സരിച്ചാണ് നിങ്ങൾ ഈ വഹാബികൾ പറയുന്നുണ്ടല്ലോ മുസ്ലിമീങ്ങൾ ഈ സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷിർക്കാണ്. അത് ഷിർക്കാണ് എന്ന് പറഞ്ഞതില് അവർക്ക് ഒരു ലെവലേശം ആത്മാർത്ഥതയുണ്ട് എന്ന് ഒരു ബുദ്ധിയുള്ളവന് തോന്നൂല. അതിന് കാരണം എന്താ അറിയങ്ങള്? ഇപ്പൊ ഞാന് ഇവിടുന്ന് പരസ്യമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തുക. എന്താ, നമ്മളെ നാട്ടിൽ ഒരു കോൺട്രാക്ടറിനുണ്ട്, അയാള് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്. ആ എഞ്ചിനീയറെ പറ്റി ഞാൻ പരസ്യമായിട്ട് പറയാണ്, ഓന് എഞ്ചിനീയറിങ്ങും അറിയില്ല, ഓനൊരു ചുക്കും അറിയില്ല, ഓനാള് മനുഷ്യനെ പറ്റിക്കുന്ന ആളാണ്, ഓന് പക്ക അബദ്ധാണ് എന്നും പറഞ്ഞ് ഞാന് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക. അവസാനം ഇന്റെ പെരപ്പണി വന്നപ്പോ ഞാൻ ആ എഞ്ചിനീയർ എടുത്തു കൊടുക്കുക. ഇതെന്നാന്ന് പറഞ്ഞാലേ ഇത് കേൾക്കണ മനുഷ്യന്മാരിന്റെ തൊള്ളത്ത് തല്ലൂലേ. ഒരു ഡോക്ടറെ പറ്റി ഞാൻ പ്രസംഗിച്ചെടുക്കാണ്, ആള് വ്യാജനാണ്, ആള് MBBS വ്യാജ സർട്ടിഫിക്കറ്റാണ്, അയാൾക്ക് ചികിത്സിക്കാൻ അറിയില്ല, അയാൾ മരുന്നെടുത്താൽ മനുഷ്യൻ മരിച്ചു എന്നും പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചെടുക്കുക. അവസാനം എനിക്ക് സുഖമില്ലാതായപ്പോഴോ ഞാൻ ആ ഡോക്ടറെ പോയിട്ട് ഇങ്ങനെ ഇരിക്കന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇന്ന നാട്ടുകാരൻ തന്നെ പറയാ. അപ്പൊ ഞാൻ പറയുന്ന സംഗതി ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ ഈ എഞ്ചിനീയർക്ക് ഞാൻ എന്റെ പുര ഏൽപ്പിച്ചു കൊടുക്കുവോ? ഈ ഡോക്ടറെ അടുത്തേക്ക് ഞാൻ ചികിത്സിക്കാൻ പോകുവോ? വഹാബി ചെയ്യണ കണ്ടില്ല നിങ്ങള്, സുന്നികള് മുശ്രിക്കാണ്, ഷിർക്കാണ്, പടച്ചോനെ അങ്ങനെയാണ്, അബൂജഹലിനേക്കാളും കടുത്താണ് എന്നൊക്കെ പ്രസംഗിക്കും. എന്നിട്ടോ നിസ്കരിക്കാൻ നേരായ ബേക്കൽ എന്നൊരു അല്ലാഹു അക്ബർ എന്നോട് കെട്ടും ചെയ്യും. ഞാനിപ്പോ പറഞ്ഞ ഈ പണിയിൽ എടുക്കണത് അല്ലേ? അതേമാതിരി തന്നെ പെണ്ണെട്ടാൻ പൂതിയായാലോ നമ്മളെടുത്ത് വന്നിട്ട് കുട്ടിനെ കെട്ടിച്ചതോ എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പൊ ഈ മുശ്രിക്ക് കെട്ടിച്ചു കൊടുത്ത് അങ്ങനെ നിക്കാതെ ശരിയാകല് അതവിടെ പ്രശ്നമല്ല. നമ്മളർത്താനോ ഓലൊന്ന് മൂക്കറ്റം തിന്നും, അവിടെ അത് പ്രശ്നമല്ല. അതേപോലെ തന്നെ വാപ്പ ഈ ശിർക്കൊക്കെ ചെയ്ത വാപ്പയ്ക്കാരം, ആ വാപ്പ മരിച്ചാലോ വാപ്പാനെ സ്വത്തെ കോരിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ എന്തായി സംഗതി? ഒരു മുശ്രിക്കായ വാപ്പ മരിച്ചാൽ അയാളുടെ സ്വത്ത് ഓരിച്ചെടുക്കാൻ മുഅ്മിനായ മകന് അധികാരമുണ്ടോ? ഒരു മുശ്രിക്ക് നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ പെണ്ണ് ഹലാലാവോ? ഒരു മുശ്രിക്കാണ് അർത്ഥതെങ്കിൽ ആ ഭക്ഷണം തിന്നാൻ പറ്റുമോ? ഒരു മുശ്രിക്കിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ ഒന്നും പറ്റൂല എന്ന് എല്ലാവർക്കും ഉറപ്പാ. പക്ഷെ ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം കണ്ടാ സലാമും പറയും, അത് വേറെ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പറയുന്നതൊന്നും തൊണ്ടെന്ന് താഴ്ത്തണ്ട് ഇറക്കിയിട്ടല്ല. ഷിർക്കാണ് എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡോക്ടറെ പറ്റി ഞാൻ അങ്ങനെയും വിമർശിക്കുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ചുരുങ്ങിയത് എനിക്ക് അസുഖമായ ഞാൻ അയാളത്തേക്ക് പോകരുത്, അല്ലേ? അല്ലെങ്കിൽ മനുഷ്യന്മാരിന്നെ ഭ്രാന്തെന്ന് പറയില്ലേ. ഞാൻ അയാളെപ്പറ്റി നന്നായി വിമർശിക്കുക, അയാൾക്ക് ചികിത്സ അറിയില്ല എന്നും പറയാ, എന്നിട്ട് എനിക്ക് സുഖമില്ലാതായ ഞാൻ അയാളത്തേക്ക് തന്നെ പോവുക. എന്താ ഇപ്പൊ ഇതിന്റെ കഥ? ഇതാണ് സത്യത്തിൽ കേരളത്തിലെ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിൽ ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ വഹാബികള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ ആരോപണത്തിൽ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതിന്റെ അപ്പുറത്ത് ഒരു ലക്ഷ്യവും ഇവർക്കില്ല. അങ്ങനെ ഭിന്നിപ്പിക്കലാണ് അവരുടെ മുറാദ്. അത് വേറെ ആരോ തുടങ്ങി വെച്ചു, ഇവരത് ഏറ്റെടുത്ത് അങ്ങനെ ഇപ്പോഴും ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ തുടരും. അതിന് നിർവചനം മാറ്റേണ്ടെന്നാ മാറ്റും, ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം മാറ്റേണ്ടെന്നാ മാറ്റും. 12 പുതിയത് വീണ്ടും ചെയ്തു, ഇനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കൂട്ടിച്ചേർക്കേണ്ടി വന്നാൽ ചേർക്കും. യോഗം കൂടിയിട്ട് ഷിർക്കാണോ തൗഹീദാണോ തീരുമാനിക്കണമെങ്കിൽ യോഗം കൂടി അതിൽ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കും. അതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണതാ. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വഹാബിസത്തിന്റെ ഈ പോക്കിൽ നിന്ന് കുറെ തിരിച്ചറിവുകൾ ഉത്ബുദ്ധരായ ആളുകൾക്ക് കിട്ടും. അതാണ് ഇതിൽ ഏറ്റവും വലിയ പാഠം. നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനൊക്കെ പഠിക്കാണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ നമ്മളെ കസുഖാക്ക് മൈക്ക് വേണോ? മൈക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ മൈക്ക് തരാം. നമ്മളെ നേരത്തെ ക്ലിപ്പ് ഇപ്പൊ എന്തായത്? നിങ്ങളെ മൈക്ക് കൊടുത്തോളൂ. ആ ക്ലിപ്പ് കിട്ടിയില്ല, ഞാൻ മൈക്ക് വിട്ടു. ഹലോ, കേൾക്കുന്നുണ്ടോ? നേരത്തെ സൈന മറുപടി വളരെ നന്ദി. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കൂടിയും ചോദിക്കുന്നു. ഇവരുമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ ശിർക്കും വസീലത്ത് ശിർക്കും. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. എന്താണ് ഇത് രണ്ടിലെ വ്യത്യാസം? അതൊന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അത് കേട്ടപ്പോഴാണ് രണ്ടാമത്തെ ശരി എനിക്ക് വരുന്നത്. മാത്രല്ല നമ്മളെ സക്കരിയ സലാഹിന്റെ വേറെ ക്ലിപ്പും കൂടി ഇപ്പൊ കേൾക്കേണ്ടി ഇത് പറയണമെങ്കിൽ കേട്ടാ. സക്കരിയന്റെ വേറെ ക്ലിപ്പും കൂടി കേൾക്കേണ്ടി വരും. ഈ വസീലത്തു ഷിർക്കാണ്, അത് ഹറാമാണ് എന്ന് സക്കരിയ പോക്കറ്റ് നിർത്തൊരു സംഗതിയാ. ഉള്ളത് പറയാലോ. ഒരു സംഗതി
സക്കരിയ സലാഹി ഷിർക്കല്ല എന്ന് പറഞ്ഞു. ഷിർക്കല്ല എന്ന് പറഞ്ഞപ്പോ കുറെ മുജാഹിദുകൾ മൂപ്പർക്ക് നേരെ തിരിഞ്ഞ്. അപ്പൊ ഇനി ആ തിരിച്ചിലിന് കുറച്ച് ഒരു പദം വന്നോട്ടെ എന്നുള്ള നിലക്ക് മൂപ്പരിത് വസീലത്തു ഷിർക്കാണ് എന്നാക്കി. അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു സമാധാനം വരാൻ വേണ്ടി എന്താക്കിയതാ, ഷിർക്കല്ല എന്ന് പറഞ്ഞൊരു സംഗതിയെ ഷിർക്കല്ലെങ്കിൽ പോലും അത് വസീലത്തു ഷിർക്കാണ്, അതുകൊണ്ടത് ഹറാമാണ് എന്നാക്കി. സക്കരിയന്റെ പ്രസംഗത്തിന് നല്ല രസമുണ്ട്. എന്തേ മൂപ്പര് പറയാ, ഒരു കാര്യം ഷിർക്കാണ് എന്ന് പറയണമെങ്കിൽ അതിന് നെസ്സ് വേണം. നെസ്സ് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറയണം. കണ്ടോ, വ്യക്തമായി പറയണം. അതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് അവസാനം പറയാ, അതുകൊണ്ട് യാ ഇബാദല്ലാഹി അഈനൂനി കാണാത്ത മലക്കുകളോടോ ജിന്നുകളോടോ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്നുള്ളത് ഖുർആനിലും ഹദീസിലും ഇല്ല. അതുകൊണ്ട് അത് ഷിർക്കാന്ന് പറയാൻ പറ്റൂല. പക്ഷേ അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്, അതുകൊണ്ടത് ഹറാമാണ്. ഇത് പറഞ്ഞിട്ട് മൂപ്പര് പറയാ, ഷിർക്കും കുഫറൊക്കെ അള്ളാന്റെ ഒരു ഹുക്കുമാ, അത് വ്യക്തമായി അള്ള പറയാതെ നമുക്ക് പറയാൻ പറ്റൂല. അള്ള പറഞ്ഞിട്ടില്ലേ, വലാ തഖൂലു ലിമാ തസിഫു അൽസിനത്തക്കും ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങളുടെ നാവിന് തോന്നുന്നത് പോലെ ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് നിങ്ങൾ പറയരുത്. അപ്പൊ മൂപ്പരെന്താ പറഞ്ഞത്? മൂപ്പരെന്താ പറഞ്ഞത്? ഷിർക്കനാണ് എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതിനാണ് മൂപ്പർ ആയത്തോതുന്നത്. എന്നിട്ട് ഷിർക്കല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞ എന്താ, ഹറാമാണ് എന്നാ. ആയത്തിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് തോന്നിയതിനെ പറ്റി നിങ്ങൾ ഇത് ഹറാമാണ് ഇത് ഹലാലാണെന്ന് പറയരുത്. അതിന് അള്ളാന്റെ തെളിവ് വേണം. അള്ള പറഞ്ഞതോ റസൂലുള്ള പഠിപ്പിച്ചതോ വേണമെന്നാണ് ആയത്തിലുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതന്നെ അവിടുത്തെ കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടുത്തെ കളി ഏതാ? സക്കരിയ ഓതുന്ന ആയത്തതാ. ഏത്? നിങ്ങളെ നാവിന് തോന്നുന്നത് നിങ്ങൾ അനുസരിച്ച് ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന് പറയരുത്. ആ ആയത്തോതി അത് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞ എന്താ, ഇത് ഹറാമാണ് എന്നാ. സക്കരിയ സലാഹി എന്ന് പറയട്ടെ, ജിന്നുകളെ വിളിക്കുന്നത് അതിനെപ്പറ്റിയുള്ള മൂപ്പർ ചർച്ച. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ, കാണാത്ത മലക്കുകളെയോ ജിന്നുകളെയോ വിളിച്ചാൽ അത് ഷിർക്കല്ലെങ്കിലും ഹറാമാണ് എന്നുള്ളത് ഏത് ആയത്തിലുള്ളത്, ഏത് ഹദീസിലുള്ളത്? അപ്പൊ സക്കരിയ ഓതുന്ന ആയത്ത് തന്നെ സക്കരിയക്കെതിരാ. അതാ രസം. സക്കരിയ ഓതുന്ന ആയത്ത് തന്നെ സക്കരിയക്കെതിരാണ്. ആ ആയത്ത് ഓതിട്ട് മുപ്പര് പറയുന്നത് ഹറാമാണ് ഹറാമാണുണ്ട് ആ ആയത്ത് ഓതുന്നത്. അങ്ങനെ ആയത്ത് പറഞ്ഞ എന്താ, നിങ്ങൾക്ക് തോന്നിയതിനെ പറ്റി ഹറാമാന്ന് പറയരുത്, നിങ്ങൾക്ക് തോന്നിയതിനെ പറ്റി ഹലാലാന്ന് പറയരുത്. അതിന് അള്ളാഹുവിന്റെ ഹുക്കുമായതുകൊണ്ട് തെളിവ് വേണം എന്നാണ് ആയത്തിൽ പറയുന്നത്. ഇതിന് തെളിവില്ലാതെ മൂപ്പർക്ക് തോന്നിയ മാതിരി മൂപ്പര് അത് ഹറാമാണെന്ന് ഇങ്ങനെ പറയന്നെ. മനസ്സിലായോ? അതിനിടക്ക് ആ ക്ലിപ്പ് കാണാനില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തീകരിച്ച് പറയാം. നമ്മള് സക്കരിയ 10 ഇമാമിയങ്ങളെ പറഞ്ഞു. 10 ഇമാമിയങ്ങളെ പറഞ്ഞിട്ട് പറഞ്ഞു, ഓരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കണം. റിപ്പോർട്ട് ചെയ്തപ്പോ ഇത് സഹീഹാണെന്ന് വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത് അത്ര വലിയ ലഈഫല്ല എന്ന് മനസ്സിലാക്കിയിട്ടോ, ഒന്നിക്കത് സഹീഹാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ലഈഫല്ല എന്ന് മനസ്സിലാക്കിയിട്ട്, രണ്ടാലൊന്നാണ് അവരിത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, അവരാരും ഇതിൽ ഷിർക്ക് കണ്ടില്ലല്ലോ എന്നാ. എന്താണ്? അവരാരും ഇതിൽ ഷിർക്ക് കണ്ടില്ലല്ലോ. അപ്പോ ഈ ഷിർക്ക് കാണാത്ത അവരെ നമ്മൾ എങ്ങനെയാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ ഇപ്പൊ അയക്കേണ്ടി വരും. നേരത്തെ ആരോടൊക്കെ അയക്കാൻ പറഞ്ഞ സംഗതി എത്തിയിട്ടില്ല അല്ലേ? ഈ ഷിർക്ക് കാണാത്തേ അവരെ എങ്ങനെ മുശ്രിക്കാക്കാൻ ഇന്നെ കൊണ്ട് സാധിക്കൂല എന്നാണ് ആര് പറയുന്നത്? നമ്മളെ സക്കരിയ സലാഹി പറയുന്നത്. സിദ്ദീഖ് വിളിക്കൽ. ഓക്കെ, നിങ്ങൾ ഇട്ടോളി ഞാൻ മൈക്കോട്ട്. പറയൂ സക്കരിയ സലാഹി, ഞങ്ങൾ പറയും. അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളുടെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷേ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ശിർക്കില്ല.
നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല, ഒരു പ്രാർത്ഥനയില്ല. അതുകൊണ്ട് സാലിഹീകളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത്ത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സൈദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഈലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇത് ദഈഫാണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നുകൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ ഭരണോദം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. കേട്ടില്ലേ? അപ്പൊ സക്കരിയ നിങ്ങൾ എണ്ണിയെന്നറിയില്ല, 10 ഇമാമിങ്ങളെ 10 പണ്ഡിതന്മാരുടെ കിതാബുകളാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത്. ഇന്നലെ മൂപ്പര് പറഞ്ഞത് ഹദീസ് ദഈഫാണെങ്കിൽ പോലും, അതൊരു നുണയട്ടോ, അതൊരു നുണയാണ്, അതവിടെ ഇരിക്കട്ടെ, അത് ചർച്ച ചെയ്യല്ല ഇപ്പൊ നമ്മളെ ഉദ്ദേശം. ഹദീസ് ദഈഫാണെങ്കിൽ പോലും ഈ ഇമാമിങ്ങളൊന്നും അതിൽ ശിർക്ക് കണ്ടില്ല. എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഹലോ, നിന്റെ സൗണ്ട് കേൾക്കണില്ലേ? ഹദീസ് ശരി ദഈഫാണെങ്കിൽ പോലും ഈ ഇമാമിങ്ങളൊന്നും അതിൽ ശിർക്ക് കണ്ടില്ല. അതുകൊണ്ട് സച്ചരിതരായ ഈ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിച്ച് നരകത്തിലേക്ക് പോകാൻ എന്നെ കിട്ടില്ല. നിങ്ങളിന്റെ KJUവിന്റെ പ്രസിഡന്റ് ആക്കിയാലും ശരി, അവരെ ശിർക്ക് ആരോപിച്ചിട്ട് നരകത്ത് പോകാൻ ഞാനില്ല. എത്ര ആത്മാർത്ഥതയോടെയാണ് സക്കരിയ പറയുന്നത്, അല്ലേ? എന്നാല് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എത്ര ഇമാമിങ്ങളെ ഇപ്പൊ ഇയാൾ ഓതിയത്? ഇയാൾ ഉദ്ധരിച്ച് 10 ഇമാമിങ്ങളെ, അല്ലെ? എന്നാ നമ്മളതിന്റെ ഒരു ഡബിൾ കൊടുക്കുക, ഒരു 20 ഇമാമിങ്ങളെ ഇപ്പൊ ഞാൻ പറയാം. 20 ഇമാമിങ്ങളെ. ഈ 20 ഇമാമിങ്ങളും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടിയതിന്റെ തെളിവുകളുമാണ്. അവരാരും അതിൽ ശിർക്ക് കണ്ടില്ല. ജിന്നിനോടും മലക്കിനോടും തേടി ഹദീസ് ഉദ്ധരിച്ചിട്ടാണല്ലോ സക്കരിയ നേരത്തെ പറഞ്ഞത്. ഹദീസ് ദഈഫാണെങ്കിൽ പോലും നബി ജിന്നിനോടും മലക്കിനോടും തേടുന്നതിൽ ഇത്രയധികം പണ്ഡിതന്മാരിത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഓരാരും ഇതിൽ ശിർക്ക് കണ്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടുക, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടുക, മനസ്സിലായോ? അതില് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊന്നും എന്താക്കിയിട്ടില്ല, ശിർക്ക് കണ്ടില്ല. ആരൊക്കെയാണ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അയാൾ പറഞ്ഞു ഇമാം നവവി തന്റെ ഈലാഹിലും അദ്കാറിലും പറഞ്ഞു എന്നാ. ഏത്? ജിന്നാലോട് ചോദിക്കണേന് മലക്കുകളോട് ചോദിക്കണതിനെ പറ്റിയാ പറഞ്ഞത്. എന്നാൽ അതേ നബി ഇമാമിനെ നിങ്ങൾ പറഞ്ഞ ഈലാഹിലും അദ്കാറിലും തന്നെ അതിന്റെ പുറമെ ശറഹുൽ മുഹദ്ദബിലും, ഈ നിങ്ങൾ പറഞ്ഞ അദ്കാറുണ്ടല്ലോ അതിൽ തന്നെ, നിങ്ങൾ പറഞ്ഞ ഈലാഹ് ഉണ്ടല്ലോ അതിൽ തന്നെ, അതിന്റെ പുറമെ ശറഹുൽ മുഹദ്ദബിലും ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറുകൾ ചെന്ന് അവിടുത്തെ ശഫാഅത്ത് തേടണം. നബിയെ തങ്ങളിൽ നിന്ന് പാപമോചനം, തങ്ങളിൽ നിന്ന് തങ്ങളുടെ ശഫാഅത്ത് തേടിക്കൊണ്ട്, തങ്ങൾ മുഖേന അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ ഞാൻ ആ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങയുടെ സമീപത്ത് വന്നിരിക്കുന്നു എന്ന് പറയണം. തന്നെ കണ്ടോ? ഈലാഹിലുണ്ട്, അദ്കാറിലുണ്ട്, ശറഹുൽ മുഹദ്ദബിലുണ്ട്. എന്നിട്ടോ ഒരു അയറാബി അങ്ങനെ വന്ന് പറഞ്ഞ സംഭവം അതിന് ഉപോത്ബലകമായി ഇമാം നബി ഉദ്ധരിച്ചിട്ടുണ്ട്.
അപ്പൊ ഇസ്തിഗാസ ഷിർക്ക എന്ന് പറയുന്നതിലൂടെ ഇതേ സക്കരിയ സലായി KJയുടെ പ്രസിഡന്റ് ആക്കിയാലും വേണ്ടില്ല, ഈ പണ്ഡിതന്മാർക്കെതിരെ ഷിർക്ക് ആരോപിച്ച് നരകത്ത് പോകാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഇതേ സക്കരിയ സലായി ആ പണ്ഡിതന്മാരെ വായിച്ചപ്പോ ഇമാം നബവിന്റെ 2 കിതാബ് അക്കൂട്ടത്തിൽ വായിച്ചു. ആ 2 കിതാബിലും അതിന്റെ പുറമെ ഇമാം നബവിന്റെ ഷർഹുൽ മുഹദ്ദബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നത് പറയുന്നുണ്ട്, ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇസ്തിഗാസ ഷിർക്ക എന്ന് പറയുന്നതിലൂടെ നേരത്തെ സക്കരിയ പണ്ഡിതന്മാർക്കെതിരെ ഷിർക്ക് ആരോപിച്ച് നരകത്ത് പോകാൻ വയ്യ എന്ന് പറഞ്ഞ അതേ സക്കരിയ ഇമാം നബിക്കെതിരെ ഷിർക്ക് ആരോപിച്ച് ഇപ്പൊ നരകത്ത് പോകേണ്ട ഗതികേടിലല്ലേ ഉള്ളത്? ഒന്ന്. അപ്പൊ മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതന്നെ. എന്നാ നീ കേട്ടോളി. രണ്ടാമത്തെ ആള് ഇമാം മാവറദിയുടെ അൽ ഹാവി. 10 കിതാബ് വായിച്ചപ്പോ ഞാൻ 20 വായിക്കുക. അതുപോലെ ഇബ്നു അഖീലിന്റെ തദ്കിറ, ഇബ്നു ഖുദാമയുടെ മുഗ്നി. ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരാണ് ഇബ്നു ഖുദാമയും ഇബ്നു അഖീലും. അതുപോലെ ഇബ്നു കസീറിന്റെ തഫ്സീർ, ഇമാം സഅലബിയുടെ അൽ കശ്ഫ് വൽ ബയാൻ, അബൂ ഹയ്യാന്റെ അൽ ബഹറുൽ മുഹീത്ത്, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാൻ, ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖൽ. ഇബ്നുൽ ഹാജിന്റെ മദ്ഖൽ മൂപ്പര് നേരത്തെ ഉദ്ധരിച്ചാട്ടോ. ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖൽ മൂപ്പര് നേരത്തെ ഉദ്ധരിച്ചാണ്. ആ ഇബ്നുൽ ഹാജിന്റെ മദ്ഖലിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടണമെന്നും ഇസ്തിഗാസ ചെയ്യണമെന്നും തവസ്സുൽ ചെയ്യണമെന്നും ഖുർആൻ ഉദ്ധരിച്ചാണ് പറഞ്ഞത്, ലൈഫായ ഹദീസ് ഉദ്ധരിച്ചിട്ടല്ല. നേരത്തെ അയാൾ പറഞ്ഞത് ഹദീസ് ലൈഫാണെങ്കിൽ പോലും പണ്ഡിതന്മാര് ഇതിൽ ശിർക്ക് കാണാത്തതുകൊണ്ട് അവർക്കെതിരെ ശിർക്ക് ആരോപിക്കാൻ വയ്യാന്നാ. എന്നാ ആ മദ്ഖൽ നോക്കിക്കോ, അതില് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ലൈഫായ ഹദീസ് അല്ല. പിന്നെ കേട്ടോ, ഇബ്നു അബി ദുനിയ ആദ്യം അയാൾ പറഞ്ഞത് ഹാഫിദ് ഇബ്നു അബി ദുനിയന്റെ അമലുൽ യൗമി വൽ ലൈല എന്ന് പറഞ്ഞ കിതാബാ. അതേ ഇബ്നു അബി ദുനിയന്റെ തന്നെ മുജാബുദ്ദഅവ എന്ന് പറയുന്ന കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം ഇതുപോലെ സഹായം തേടിയ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ ശിർക്ക് കാണുന്നില്ല. അതുപോലെ അബുൽ ഫറജ് ഇബ്നു ഖുദാമ, നേരത്തെ പറഞ്ഞ ഇബ്നു ഖുദാമന്റെ മകൻ, ഷറഹുൽ കബീറിൽ ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടണമെന്ന് പറയുന്നുണ്ട്. 12 ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിലും ദുറുൽ മൻസൂറിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 13 ഇമാം സുംഹൂദി ഖുലാസത്തുൽ വഫയിൽ പറയുന്നുണ്ട്. 14 ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഗസ്സാലി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. 15 ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങൾ തന്റെ ഷിഫയിൽ പറയുന്നുണ്ട്. 16 ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. 17 ഇബ്നുൽ മുലഖിൻ ഗായത്തുസ്സുൽ ഫി ഖസായിസിർ റസൂൽ എന്ന കിതാബിൽ പറയുന്നുണ്ട്. ഇമാം സുബിക്കി ശിഫാഉസ് സക്കാവിൽ പറയുന്നുണ്ട്. 19 ഇമാം മറാക്കിഷി മിസ്ബാഹുൽ അലാമിൽ പറയുന്നുണ്ട്. 20 ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. പിന്നെ 21 അബ്ദുല്ലാ അൻ-നസഫി തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. 22 സുലൈമാനുൽ ജമൽ ഹാഷിയത്തുൽ ജമലിൽ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ പുറമെ വേറെയും കുറെ ഉണ്ട്. മൂപ്പര് 10 ഉദ്ധരിച്ചപ്പോ നമ്മളിൽ 22 ഉദ്ധരിച്ചതാ. മനസ്സിലായില്ലേ? നീ കുറയണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ എന്തേ ഇപ്പൊ സംഭവിച്ചത്? മൂപ്പര് 10 ഉദ്ധരിച്ചിട്ട് എന്താ പറഞ്ഞത്? ഈ പണ്ഡിതന്മാരൊന്നും ഹദീസ് ലഈഫാണെങ്കിൽ പോലും അത് ഉദ്ധരിച്ചപ്പോ ഇതിൽ ശിർക്ക് കണ്ടില്ല, അതുകൊണ്ട് അവരൊക്കെ മുശ്രിക്കാക്കിയിട്ട് നരകത്തേക്ക് പോകാൻ നിങ്ങൾ KJയുടെ പ്രസിഡന്റ് ആക്കിയാലും ഞാനില്ല എന്നാ പറഞ്ഞത്. അത് ആത്മാർത്ഥതയോടെ പറഞ്ഞതാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോ സക്കരിയ ഇസ്തിഗാസി ശിർക്കല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ 10 ആണെങ്കിൽ ഇവിടെ 22 വായിച്ചത്. അവിടെ 10 ആണെങ്കിൽ ഇവിടെ 22 വായിച്ചത്. ഇനി അതിന്റെ ഏറെ വായിക്കണമെങ്കിൽ പറഞ്ഞോളി. 35 ഇമാമിയങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് മരണത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് ഇസ്തിഗാസ നടത്തിയതിന്റെ തെളിവുകൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചു. പക്ഷെ ആരും അതിൽ ശിർക്ക് കണ്ടില്ല. അതിന്റെ പുറമെ ഇഷ്ടംപോലെ ചരിത്ര പണ്ഡിതന്മാർ ഇത്തരം ചരിത്ര സംഭവങ്ങൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചു. ഇമാം ബുഖാരി വരെ ഉദ്ധരിച്ചു. അല്ലേ? ഇമാം ബുഖാരി വരെ എവിടെ ഉദ്ധരിച്ചു? തന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചു. പക്ഷെ അതിലൊന്നും ഓരാരും ശിർക്ക് കണ്ടില്ല. എന്നിട്ടിപ്പോ ശിർക്ക് കാണുന്ന ആളാരാ? ഏത്? ഈ മുജാഹിദീങ്ങൾ ശിർക്ക് കാണുക. അപ്പൊ സക്കരിയ സലാഹി പറഞ്ഞ വാക്ക് ആത്മാർത്ഥതയുടെ വാക്കുകളാണെങ്കിൽ സത്യത്തിൽ അയാൾ നാളെ നേരം വെളുക്കുമ്പോ തന്നെ പടച്ചോനെ ഈ ഇമാമിങ്ങളൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വരികയാണല്ലോ, ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞതിലൂടെ. അതുകൊണ്ടിതാ ഞാൻ അതിൽ നിന്നും കുമ്പസരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഇതേപോലെ തന്നെ നമ്മളെ ബാലുശ്ശേരിയും പറയുന്നുണ്ട്. ഇതുപോലെ നമ്മളെ ബാലുശ്ശേരിയും പറയുന്നുണ്ട് കേട്ടോ. ബാലുശ്ശേരി എന്താ പറഞ്ഞത്? ബാലുശ്ശേരി ചോദിക്കുക, ബാലുശ്ശേരിന്റെ നല്ലൊരു ചോദ്യം, നല്ല ചോദ്യ. എന്നാ ഉപരി ചോദിക്കണ അറിയാ? മറ്റേ മുജാഹിദീങ്ങളോടാ ചോദിക്കണത്. ആരോട്? കായപ്പടിക്കാരോട്. എന്താ ചോദിക്കണ അറിയോ? അബ്ദുറഹ്മാൻ സലഫിന്റെയും കായപ്പടിന്റെയും ഗ്രൂപ്പിനോട് ചോദിക്കുക. എന്താ പറഞ്ഞത്? നിങ്ങൾക്കിപ്പം ഈ ഹദീസ് ലഈഫ എന്ന് പറഞ്ഞത് ആരാ? നിങ്ങളുടെ ഹദീസ് യാ ഇബാദുല്ലാഹി യഈനൂനി എന്നുള്ള ഹദീസ് ലഈഫ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഹദീസ് ലഈഫ എന്ന് പറഞ്ഞത് ആരാ? പണ്ഡിതന്മാരല്ലേ? അല്ലേ? ഹദീസ് ലഈഫ എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ആ പണ്ഡിതന്മാര് തന്നെ അതിൽ ശിർക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഇതാരാ ചോദിക്കണേ? അവിടെ രസം. അത് ഹോജ തെളിവല്ല. ഖുർആനും സുന്നത്തും നോക്കിയാൽ മതി. അതിന്റെ അപ്പുറത്ത് ഏത് ഹോജ എന്ത് പറഞ്ഞിക്കണോ നോക്കണ്ട. ഒരു ഹോജൻ ദീനിൽ തെളിവല്ല എന്ന് മിമ്പർമ കയറി പ്രസംഗിച്ച ആളാ ഇപ്പൊ പറയണെന്ത്? സ്വന്തം നെഞ്ചത്തേക്ക് ശിർക്കാരോപണം വന്നപ്പോ മൂപ്പര് പറയാ എന്ത്? ഹദീസ് ലഈഫ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പണ്ഡിതന്മാരെ സ്വീകരിക്കലേ? ആ പണ്ഡിതന്മാരനല്ലേ ശിർക്കില്ല എന്ന് പറഞ്ഞത്? അവിടെ എന്താ നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടാത്തതെന്നാ ചോദിക്കണത്. അതേ മുജാഹിദ് ബാലുശ്ശേരി നോക്കണം. ആ പണ്ഡിതന്മാരനല്ലേ ഇസ്തിഗാസയിലും ശിർക്കില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് സ്വീകരിച്ചുകൂടാ? അപ്പൊ ഈ പണ്ഡിതന്മാരെ മുഴുവനും തള്ളിയിട്ട് ഇസ്തിഗാസ ശിർക്കാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കുടുങ്ങിയിട്ട് നിങ്ങൾക്കെതിരെ ശിർക്കാരോപണം വന്നപ്പോ ആ പണ്ഡിതന്മാരെ മുഴുവനും മുറുക്കി പിടിച്ചിട്ട് ആ ഒരു ഭാഗം നിങ്ങൾ നിവർത്തി വെക്കുകയും ഇസ്തിഗാസയുടെ ഭാഗം, അതായത് ജിന്നിന്റെ ഭാഗങ്ങൾ നിവർത്തി വെക്കുകയും ഇസ്തിഗാസയുടെ ഭാഗം നിങ്ങൾ അടച്ചു വെക്കുകയും ചെയ്യുന്നു. ഇത് നീതിയാണോ വഞ്ചനയാണോ? നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളാണ് ഇതൊക്കെ പറയേണ്ടത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വഹാബിസത്തിന്റെ പുതിയ പിളർപ്പോടുണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ മാറാൻ ഒരു കാരണമുണ്ട്. ഇതുവരെ ഓർക്കാർക്കും യാതൊരു വിഷമമില്ലേന്നു. എത്ര ആളെ മുശ്രിക്കാക്കിയാലും ഒരു കുഴപ്പമില്ല. എത്ര ആളെ മുശ്രിക്കാക്കിയാലും ഓർക്ക് ഒരു വേദനയില്ലേന്നു. അതല്ലേ ഹജ്ജിന് വരുന്ന 45 ലക്ഷം ആൾക്കാരെ കൂട്ടുന്ന 5 ലക്ഷം മാത്രം പുറത്താക്കിയിട്ട് ബാക്കി 40 ലക്ഷത്തിന് ഒറ്റയടിക്കണം മുശ്രിക്കാക്കിക്കോളൂ. പിന്നെ പാകിസ്ഥാനും ഇറാനും ഷിർക്കിന്റെ ഗോഡൌണാന്നാ പറഞ്ഞത്. അതിനൊന്നും യാതൊരു വിഷമം ഉണ്ടായില്ല. ഇപ്പോ സ്വന്തം കൂടുള്ളവർ നിങ്ങൾ മുശ്രിക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ തുടങ്ങി എന്ത്? സഹിക്കാൻ വയ്യ. വ്യഭിചാരിയ എന്ന് പറഞ്ഞാൽ സഹിക്കുന്നു, കള്ളനാന്ന് പറഞ്ഞാൽ സഹിക്കുന്നു. പക്ഷെ സഹിക്കാൻ വയ്യാത്ത ആരോപണല്ലേ ഷിർക്ക്. ഷിർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇനി നെസ് വേണ്ടേന്നപ്പ ചോദിക്കണത്. എവിടെയെന്ന് ഈ ബോധമൊക്കെ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഈ ബോധമൊക്കെ മുമ്പ് എവിടെയെന്നു? മനസ്സിലായോ? അതുകൊണ്ട് ക്ലിപ്പ് ഇവിടെ എല്ലാത്തിനും ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പൊ 3-4 പരിപാടി ഉണ്ട്. അതിന് പോകാൻ വേണ്ടി ക്ലിപ്പൊക്കെ തെർത്തീബാക്കി വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളെ ഈ സ്റ്റീരിയോമിക്സിന്റെ പ്രശ്നം കൊണ്ട് ക്ലാസ് റൂമിൽ അത് പ്ലേ ചെയ്യിക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എന്താക്കാം? അത് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ചർച്ച നമുക്ക് എന്നും നടക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ക്ലിപ്പുകളുള്ള ആളുകളൊക്കെ അതൊക്കെ ഒന്ന് പിന്നെ എളുപ്പമുണ്ടാവും. അത് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ചെയ്താല് വളരെ നല്ലതാ. ഏതായാലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിലൊക്കെ വലിയ പാടുണ്ട്. വഹാബി വട്ട പടലാണ് ഇതൊക്കെ. കണ്ടോ? ഈ രീതിയിൽ എന്താക്കി? വഹാബി വട്ട പടല. അതുകൊണ്ടാ ജക്കരിയനെ SGVയിലേക്ക് ക്ഷണിക്കൂന്ന. നമ്മൾ എന്ന് ക്ഷണിക്കുന്നുണ്ട് ഹബീബേ? വന്നെങ്കിലല്ലേ വരുമോ? ഇനി എന്തായാലും വരൂല. ഇനിയിപ്പോ ഇതിനൊക്കെ ഉത്തരം ഉണ്ടാക്കേണ്ടി വരൂലേ? SGVയിലേക്ക് വന്നപ്പോ ഇതിനൊക്കെ ഉത്തരം ഉണ്ടാക്കേണ്ടി വരും. 10 അവിടെ വായിച്ചിക്കാണ്ട് ഷിർക്കല്ലാന്ന് പണ്ഡിതന്മാര് ഷിർക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് തെളിയിച്ചിക്കണമെങ്കിൽ 20 വായിച്ചിക്കാണ്ട് ഇവിടെയും ഷിർക്ക് കണ്ടിട്ടില്ല എന്ന് നമ്മളും തെളിയിക്കും. കണ്ടാ? അപ്പൊ ജക്കരിയ ചോദിക്കുന്നിട്ടില്ലേ? ഈ പണ്ഡിതന്മാർക്കൊന്നും അല്ല, ബാലുശ്ശേരി ചോദിക്കുക, ജക്കരിയ ചോദിക്കേണ്ടത് ഈ പണ്ഡിതന്മാർക്കൊന്നും ഷിർക്ക് തിരിഞ്ഞിട്ടില്ല എന്നും അത് നിങ്ങൾ 3 ആക്കാ തിരിഞ്ഞെന്നും പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമെന്ന് അതന്നെ ഞങ്ങളും ചോദിക്കണത്. ഞങ്ങൾ എത്ര കാലം ചോദിച്ച ചോദ്യമല്ലേ അത്? ഈ പണ്ഡിതന്മാർക്കൊന്നും ഷിർക്കും തൗഹീദും തിരിഞ്ഞില്ലാന്നും ഓർക്ക് ഖുർആനും സുന്നത്തും മനസ്സിലായില്ലാന്നും നിങ്ങൾക്കാണ് തിരിഞ്ഞത് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമെന്നാ ഞങ്ങൾ പണ്ടേ ചോദിക്കണ ചോദ്യം. ആ ചോദ്യം ഇപ്പോ അബ്ദുറഹ്മാൻ സലഫിനോടും കായക്കൊടി മൗലവിയോടും ഒക്കെ ജക്കരിയ സലായും മുജാഹിദ് ബാലുശ്ശേരിയും ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ അത്ഭുതം എത്തിക്കണത് കേട്ടോ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് പോരെ മുശ്രിക്കാക്കണ പണി. ആരൊക്കെയാണ് ഇപ്പൊ ഇത് മുശ്രിക്കാക്കണത്? ആരൊക്കെയാണ് ചെറുതാക്കണത്? അപ്പൊ ആ നിലക്ക് ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ കുറെ കാലം ഷിർക്കും കുഫറും ആരോപിച്ച് നടന്നു. എത്രത്തോളം എന്നറിയോ? എന്താ പറഞ്ഞ്? പിന്നെ ഷിർക്കാക്കണമെങ്കിൽ നെസ് വേണമെന്ന് പറഞ്ഞത്. ഇപ്പൊ തുടങ്ങിയതാ. കുറച്ചു മുന്നേ നെസ്സിന്റെ ഒന്നൊരു ആവശ്യമില്ലേന്ന്. ഇപ്പൊ സ്വന്തം ഷിർക്ക് വന്നപ്പോഴാണ് നെസ്സൊക്കെ വേണ്ടിയിരുന്നത്. കുറച്ചു മുന്നേ എന്ത് നെസ്സാ?
വ്യക്തമായിട്ടാണ് മുശ്രിക്കാന്ന് പറയലല്ലേന്നു. എല്ലാരും പറഞ്ഞിരുന്നു, അടക്കി പറച്ചിലല്ലേന്നു. എത്രത്തോളം എന്നറിയ നിങ്ങള്? മൊട്ടടിച്ചാ കുഫരിയത്താന്ന് പറഞ്ഞത്. നെസ് എന്ന് പറഞ്ഞാല് നെസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരു കാര്യം നെസ്സായി പറയുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിന് സാധ്യതയില്ലാത്ത വിധം വ്യക്തമായി പറയുന്നതിനാണ് നെസ് എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിന് സാധ്യതയില്ലാത്ത വിധം വ്യക്തമായി പറയുക, അപ്പോൾ നെസ് എന്ന് പറയുക. അത് നെസ്സില്ല എന്നാണ് അവര് പറയുന്നത് കേട്ടോ. ഒരു നെസ് അത് അപ്പൊ നെസ്സില്ലാതെ ശിർക്ക് ആരോപിക്കാൻ പറ്റൂല എന്നാ. അപ്പൊ ഇത്ര കാലം നെസ്സിന്റെ ആവശ്യകത ഒന്നും ഇല്ലേ നിങ്ങൾക്ക്? ഇത്ര കാലം ശിർക്ക് ആരോപിച്ച് നടക്കുക, കുഫർ ആരോപിച്ചെടുക്കുക, എത്രത്തോളം മൊട്ടടിച്ചാ കുഫരിയത്തായി എന്നാ പറഞ്ഞത്. എന്ത് മൊട്ടടിച്ചാല് കുഫരിയത്തായി കണ്ടാ. അതേമാതിരി വേറെ പറഞ്ഞേ, ഒരു മൗലവി പറയാ, ഞാൻ എന്റെ പുതിയ പെരയെ കൂടിയതിന്റെ ശേഷം എനിക്ക് എന്താ അറിയില്ല അവിടെ റാഹത്തുണ്ട് എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി. നിങ്ങൾ നോക്കണം, ഇത് ശിർക്കിന്റെ പോക്കാണിത്. ഇത് ബാലുശ്ശേരി എന്ന് പറയുന്നുണ്ട്, കബറ് കെട്ടിപ്പൊക്കൽ ശിർക്കാന്നൊരു ബടാ മൗലവി പറഞ്ഞു അത്രേ. കബറ് കെട്ടിപ്പൊക്കൽ ശിർക്കാന്ന് ഒരു ബടാ മൗലവി പറഞ്ഞു. ഉണ്ടോ? കബറ് കെട്ടിപ്പൊക്കൽ ശിർക്കാണ്. അപ്പൊ ബാലുശ്ശേരി ചോദിച്ചു, എന്താ ഇങ്ങനെ തൊട്ടതൊക്കെ ശിർക്ക? ഇപ്പോഴാണ് അവർക്ക് ആ ബോധം വന്നത്. ഇതുവരെ ബാലുശ്ശേരിക്ക് എന്താക്കിയിരുന്നു? കഅബ കെട്ടിപ്പിടിച്ച മൂപ്പർക്ക് ശിർക്കയിരുന്നു. അങ്ങനെ മൂപ്പർക്കും മുഴുവൻ ശിർക്കായിരുന്നല്ലോ. അതിനിടക്ക് വേറൊരാള് പറഞ്ഞതാ, ഞാനിപ്പോ എന്റെ പുതിയ പെരയെ കൂടിയതിന് ശേഷം ഇവിടെ താമസിക്കാനൊരു റാഹത്തുണ്ട് എന്നൊരാള് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്നാ പറഞ്ഞത്. ഒരു ഡോക്ടറെ അടുത്ത് 2 തവണ പോയാൽ ശിർക്കാന്നാവും പറഞ്ഞാണ്. മനസ്സിലായില്ലേ? ഒരു ഡോക്ടറെ അടുത്തേക്ക് പിന്നെ ഒരു വട്ടം ചെന്നിട്ട് സുഖമാകത്തെ പിന്നെ അതേ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോയാൽ തന്നെ അതും ശിർക്കാണ് എന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കണം, ഇങ്ങനെ ശിർക്ക് വാരി വിതറി നടന്നിരുന്ന ആളുകളാ. ആ ആളുകൾ ഇപ്പൊ പറയണെന്ത്? നെസ്സില്ലെങ്കിലേ ശിർക്കാന്ന് ആരോപിക്കാൻ പറ്റൂല. ശിർക്കാരോപണം എന്ന് പറഞ്ഞ ചില്ലറ സംഗതിയാണോ? അത് മഹാഗൗരവമുള്ള വിഷയല്ലേ? അത് പറയണത് ശരിയായിട്ടില്ലെങ്കിൽ ആ ശിർക്ക് നമ്മളെ തലേക്ക് തിരിച്ചടിക്കൂലേ എന്നാണ് ഇപ്പൊ ചോദിക്കണത്. കണ്ണങ്ങള് ഇതൊന്നും അറിയായിട്ടല്ല എത്ര കാലം, അതിപ്പോ സ്വന്തം കുടുങ്ങിയപ്പോഴാണ് കണ്ണ് തുറന്നത്. അതാ രസം. കണ്ടോ? സ്വന്തം കുടുങ്ങി. അത് നിങ്ങൾക്ക് അറിയാലോ, എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പൊ സക്കരിയ സലാഹിന്റെ ചില ക്ലിപ്പ് കേട്ടപ്പോൾ എന്താന്നാ കാരണം? ഒരു ഉദാഹരണം ഞാൻ നിങ്ങളൊക്കെ കേട്ടതേക്കും, പക്ഷെ അതിലെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, മനസ്സിലാക്കാത്തവരുണ്ടാവും. ഒരു ശ്രദ്ധയിൽപ്പെടുത്തണേ. സക്കരിയ സലാഹിന്റെ ഒരു ക്ലിപ്പ് കാണാ, നമ്മളെ ഹനീഫ കായക്കൊടി ജബ്ബാർ മൗലവിയെ പറ്റി അമ്രുബ്നു ലുഅയ്യ് ബിംബം കൊണ്ടുവന്ന് വെച്ച പണിയുണ്ടല്ലോ, ആ പണിയാണ് ജബ്ബാർ മൗലവി എടുത്തത് എന്ന് പറയുന്നത്. കേട്ടില്ല നിങ്ങള്? അല്ലേ? അറേബ്യയിലേക്ക് ബിംബം കൊണ്ടുവന്ന് വെച്ചല്ലോ. അതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആരാധിക്കപ്പെട്ട നാട്ടക്കുറികളെ കൊണ്ടുവന്ന് വെച്ചല്ലോ. അവര് ചെയ്ത പണിയാണ് ജബ്ബാർ മൗലവി എടുത്തത് എന്ന് ആര് പറയാണ്? ഹനീഫ കായക്കൊടി പറയാ. ഇതുണ്ട് കേട്ടപ്പോ സക്കരിയക്ക് സഹിക്കാൻ വയ്യ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് ആ ചെല്ലല്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, എന്താണ് നിങ്ങൾ ഈ പറയണത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് ശ്രദ്ധാപൂർവം കേട്ട് പഠിച്ച് അവസാനം നിങ്ങൾ അദ്ദേഹത്തെയും മുശ്രിക്കാക്കിലേ. അപ്പൊ സ്വന്തം ഉസ്താദിനെ കുറ്റം പറഞ്ഞതിൽ സക്കരിയക്കുള്ളൊരു എന്താ അത് കേട്ട എന്തൊരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 6 കൊല്ലം സക്കരിയ പഠിച്ചത് സലാം സുല്ലമിന്റെ അടുക്കലാ. നേരത്തെ സലാം സുല്ലമിന്റെ മടവൂര് ഗ്രൂപ്പുമായിട്ട് തെറ്റിയപ്പം അന്ന് സക്കരിയ പറഞ്ഞൊരു വർത്താനുണ്ട്, സുല്ലമീ ആത്തർച്ച ഞങ്ങൾ കലക്കുന്നു. അപ്പൊ ഈ ആത്മാർത്ഥയൊന്നുമില്ലേ ഇത്? നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ സുല്ലമിന്റെ സക്കരിയന്റെ ആത്മാർത്ഥം കേട്ട എന്താന്നാ? അന്ന് സലാം സുല്ലമിനെ വിളിച്ചിട്ട് പറഞ്ഞതാ, സുല്ലമീ ആത്തർച്ച ഞങ്ങൾ കലക്കുന്നു സ്വന്തം ഉസ്താദിനോട്. ഇപ്പൊ കായക്കൊടി പറഞ്ഞപ്പോഴോ അല്ലോ എന്തോ ഒരു വേദന. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു ചെല്ലല. ഞാൻ അവിടുന്ന് പോയി. അതേമാതിരി അതിനപ്പുറത്ത് വേറൊന്നുണ്ട്. നമ്മളെ അബ്ദുറഹ്മാൻ സലഫി ഉണ്ടല്ലോ. അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി ഒരു ക്ലിപ്പ് ആരിടുന്നുണ്ട്? അബ്ദുറഹ്മാൻ സലഫിന്റെ ഒരു ക്ലിപ്പ് സക്കരിയ ഇടുന്നുണ്ട്. ആ ക്ലിപ്പിൽ എന്താ ഉള്ളത്? അബ്ദുറഹ്മാൻ സലഫി പറയാണ്, കള്ള ഹദീസും പിടിച്ചിറക്കണ്. ആരാടോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ഏതാടോ ഹദീസ്? കൊണ്ടുവാടോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ അതുണ്ടല്ലോ. അതിന്റെ പറയാ, കണ്ടോ അല്ലേ സക്കരിയന്റെ പറച്ചില്. എന്തോ ഒരു സ്നേഹ എന്നാ പറഞ്ഞിരുന്നത്. സക്കരിയന്റെ കരളാന്നാ പറഞ്ഞിരുന്നത്.
ഇപ്പൊ നോക്ക്, ഇതൊക്കെ ആരെ ശൈലിയ? ഇതൊക്കെ ഇസ്ലാഹി പ്രവർത്തകന്റെ ശൈലിയ, സലഫി പണ്ഡിതന്മാരുടെ ശൈലിയ എന്നാ സക്കരിയ ചോദിക്കുന്നത്. അതേമാതിരി തന്നെ 39 പോത്തുകൾ എന്ന് പറഞ്ഞില്ലേ, 39 പോത്തുകൾ അംസബാക്കവി പറഞ്ഞേ, ഇതൊക്കെ ആരെ ശൈലിയാന്നാ ചോദിച്ചത്. സക്കരിയ ചോദിക്കുക, ഒരു ഇസ്ലാഹി പണ്ഡിതന് ചേർന്ന ശൈലിയാണോ? അതൊക്കെ അങ്ങാടി ശൈലിയല്ലേ എന്നാ. മടവൂരായിട്ട് തെറ്റിയ സമയത്ത് സക്കരിയാന്റെ ശൈലി എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഓർമ്മല്ലേ? മൈക്കകൾ, കള്ളന്മാർ, അല്ലേ, പോയത്തക്കാരെ എന്ന് പറഞ്ഞു. അതിന്റെ ഒക്കെ പുറമെ എന്തും പറഞ്ഞു, ഒരു ആസനത്തിൽ ഊതലൊക്കെ ഉണ്ടായിനി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. അതൊക്കെ സ്റ്റേജുമെന്ന് പറഞ്ഞ് ഇയാളിപ്പോ ചോദിക്കണെന്ത്? ഇതൊക്കെ ആരെ ശൈലിയാ? ഇതൊക്കെ ആരെ ശൈലിയാ? ഇതൊക്കെ ഇസ്ലാഹി പണ്ഡിതന്മാരെ ശൈലിയാണോന്നാ. അപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ എന്ത് മനസ്സിലായി? എല്ലാം ഒരേ ജാതിയാ. ഇപ്പൊ സക്കരിയ എങ്ങനെ ചോദിക്കാണ്, എന്തോ ഒരു ആത്മാർത്ഥതയിലാ ചോദിക്കണത്. പക്ഷെ സത്യത്തിൽ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? സക്കരിയക്ക് അടി വന്നപ്പോ സക്കരിയ ചോദിക്കുക. കഴിഞ്ഞ പ്രാവശ്യം മടവൂർ വിഭാഗവുമായിട്ട് എതിരുന്ന സമയത്ത് സ്വന്തം ഉസ്താദിനോട് ആത്തർച്ചി കലക്കുന്ന സക്കരിയ ഇപ്പോ മറ്റേ ആള് ഉസ്താദിനെ പറ്റി പറയുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്ന് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ആ ചെല്ലലൊക്കെ പിന്നെ അനസ് മൗലവിന്റെ തൗബയില് മാത്രമല്ല ചതി, സക്കരിയന്റെ തെർജീയിലും ചതി ഉണ്ട് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സക്കരിയ തെർജീഹ് ചെല്ലണയിലും ഈ പറഞ്ഞ ആ മുതലക്കണ്ണിയിൽ ഒരുക്കണയിലൊക്കെ കടുത്ത ചതി അതിലൊക്കെ ഉണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആർക്കെങ്കിലും ഈ ക്ലിപ്പൊക്കെ കേട്ടാലും ചിലപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ചില സംഗതികൾ അങ്ങനെ ചിന്തിക്കുകയും മനസ്സിലാക്കിയ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രം. അത് മുഴുവനും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒറ്റ ഒന്നിന് ആത്മാർത്ഥത എന്ന് പറഞ്ഞ സാധനമില്ല. പുറത്തേക്ക് അങ്ങനെ പറയാ, എന്തൊരു പറച്ചിലറിയോ, പുറത്തേക്ക് അങ്ങനെ പറയും. ഈ വിഷയത്തിൽ പോലും നിങ്ങൾ നോക്ക്, ഇത്ര പണ്ഡിതന്മാരിൽ ശിർക്ക് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഓലൊക്കെ മുശ്രിക്കാക്കിയിട്ട് നരകത്ത് പോകാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ ആ സക്കരിയ അപ്പറഞ്ഞ കിതാബുകൾ തന്നെ നോക്കിയാൽ മതി. അയാൾ ആ പറഞ്ഞ കിതാബുകൾ തന്നെ, ആ കിതാബുകളിലൊക്കെ ഇസ്തിഗാസയെ ന്യായീകരിച്ചുകൊണ്ടും മാത്രമല്ല നബിമാമൊക്കെ പറഞ്ഞെന്താ, ഇങ്ങനെ ഒരു ചരിത്രം ഉദ്ധരിച്ചിക്കല്ല. അതാ രസം. നബിമാമിന്റെ അദ്കാറിലും ഈലാഹിലും ഷറഹുൽ മുഅദ്ദബിലും ഇമാം നബി ചരിത്രം ഉദ്ധരിച്ചു പോയിക്കല്ല, ലഈഫായ ഹദീസ് ഉദ്ധരിച്ചു പോയിട്ട് ശിർക്ക് കണ്ടില്ല അറിഞ്ഞില്ലേ. അങ്ങനെ വെറും ഉദ്ധരിച്ചു പോയിക്കല്ല. പിന്നെ ഒരു വ്യക്തി മദീനയിൽ ചെന്നാൽ എങ്ങനെ സിയാറത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായത്തിൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോഴാ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് തേടണം. കണ്ടോ, വലൗ അന്നഹും യളലമു അൻഫുസഹും എന്ന ആയത്ത് ഓതണം, അത് ഓതിയിട്ട് പറയണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഇയാള് മുശ്രിക്കാക്കുക, പിന്നെയും ഇസ്തിഗാസ ശിർക്കാന്ന് പറഞ്ഞിട്ട് അതിനയാൾക്ക് യാതൊരു മടിയില്ല. അതേസമയത്ത് ജിന്ന് മലക്ക് പ്രശ്നത്തിന് അയാള് സലാമത്താകാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ സത്യത്തിൽ ചിന്തിക്കണ ഏതൊരാൾക്കും അറിയാം, അയാളുടെ ഉദ്ദേശം പണ്ഡിതന്മാരെ ഇമാമിങ്ങളെ മുശ്രിക്കാക്കുക എന്നതിൽ നിന്ന് രക്ഷപ്പെടലല്ല, നേരെ മറിച്ച് അനസിന്റെയും കായക്കൊടിന്റെയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിന്റെയും മുന്നില് സക്കരിയനെ രക്ഷപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശമേ അവർക്കുള്ളൂ എന്നത് ഇതൊക്കെ ശരിക്ക് വീക്ഷിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അല്ലാഹു തആല നമുക്കൊക്കെ ഹിദായത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായി, ഞാൻ തൽക്കാലം മൈക്ക് വിടുന്നു. പിന്നെ ആരെങ്കിലും ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തകരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ വളരെ നല്ലത്. നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും ക്ലാസ് കേൾക്കാറുള്ള കോഴിക്കോട് ജില്ലയിലെ ഈ പ്രദേശത്തിനടുത്ത് എരഞ്ഞിക്കൽ എന്ന സ്ഥലത്തുള്ള ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു അസുഖമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ചേലേമ്പ്രയിലെ നമ്മുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്ന അബ്ദുൽ നാസർ എന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം നമ്മോട് വിട പറഞ്ഞുപോയി. ഇന്നലെയോ മിനിഞ്ഞാന്നോ അദ്ദേഹം മരിച്ചതിന്റെ ഒരു ആണ്ട് തികയുന്ന ദിവസമായിരുന്നു. അർഹമുർറാഹിമീനായ റബ്ബ് അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ. ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത സർവ്വ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളെയും അവരെയും എല്ലാ അദാബിൽ നിന്നും സലാമത്താക്കി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഭാര്യയുടെ അസുഖത്തെപ്പറ്റി പരാതി പറഞ്ഞ ആ ചെറുപ്പക്കാരൻ അദ്ദേഹം പേടിക്കുന്ന തരത്തിലുള്ള
അവര് പ്രയാസപ്പെടുന്ന തരത്തിലുള്ള ഒരസുഖവും അള്ളാഹു ആ സഹോദരിക്ക് കൊടുക്കാതെ സലാമത്ത് നൽകുമാറാകട്ടെ. എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഒക്കെ അള്ളാഹു തആല എത്രയും വേഗം ശിഫ നൽകി ആരോഗ്യവും ആഫിയത്തും തിരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും അള്ളാഹു തആല ആഫിയത്തും ആരോഗ്യവും നിലനിർത്തി തന്ന് സർവ്വരോഗങ്ങൾക്കും ശിഫ തന്ന് ജീവിതകാലം അത്രയും ഇസ്സത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിച്ച് സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നമ്മുടെ കുറെ ആളുകൾ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ കള്ളക്കേസുകളിൽ കുടുങ്ങി ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട് എന്നറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകുമാറാകട്ടെ. എത്രയും വേഗം പടച്ച റബ്ബ് എന്ത് പ്രയാസങ്ങളും തീർത്തുകൊടുത്ത് പരിപൂർണമായി അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ സലാമത്താക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു അവരെയും നമ്മെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ സർവ്വ കുതന്ത്രങ്ങളും പടച്ച റബ്ബ് പരാജയപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ RSC അബുദാബി സോൺ എക്സിക്യൂട്ടീവ് അംഗം അബുദാബിയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടിവരും എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. അള്ളാഹു തആല നമ്മുടെ ആ സഹോദരൻ അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും അദ്ദേഹത്തെയും നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് ഈ നല്ല ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് അള്ളാഹു എത്തിച്ചുകൊടുത്ത് നമ്മളെയും അവരെയും സന്തോഷമുള്ള ഇസ്സത്തുള്ള രണ്ട് ലോകത്തും ഇസ്സത്തുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.